കോൺഗ്രസിനകത്ത് ചില കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെക്കുമ്പോൾ, അതും കോൺഗ്രസ് തന്നെ നിരത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുകയാണ്. ആരോടൊപ്പം? തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം തന്നെ. ഈ കണക്കുകളിൽ ഞെട്ടിക്കുന്നത് രാഹുലിനായി ചെലവഴിച്ച 71.8 കോടി തന്നെയാണ്. ഇനിയും രാഹുലിനെ വെറുതെ അങ്ങ് നടന്നുപോയി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നതും വെറുതെ ഒന്നുമല്ല. അതിനൊക്കെ നല്ലതുപോലെ കയ്യുമുണ്ട്, കണക്കുമുണ്ട്. ആദ്യ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ ഒരു യാത്ര ഈ അടുത്ത കാലത്തൊന്നും രാജ്യം കണ്ടിട്ടേയില്ല. അപ്പോൾ പിന്നെ ഈ 71.8 കോടി രാഹുലിന് മാത്രമായിട്ടാണ് ചെലവഴിച്ചത്. അതിന്റെ നേട്ടം കൂടിയാണ് കർണാടകയിൽ നമ്മൾ കണ്ടതും അവരുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യ എന്ന മുന്നണി പിറവി കൊണ്ടതും. BJP ചാക്കിട്ടുപിടുത്തത്തിൽ ചിലർ ഇപ്പോൾ മറുകണ്ഠം ചാടിയ കണക്ക് അത് അപ്പുറത്ത് മാറി നിൽക്കട്ടെ. അതായത് കന്യാകുമാരി മുതൽ തണുത്തുറഞ്ഞ് മഞ്ഞു പെയ്യുന്ന കാശ്മീർ വരെ നടന്നു നീങ്ങാൻ രാഹുലും കോൺഗ്രസും ചെലവഴിച്ചത് 71.8 കോടിയോളം രൂപയാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പാർട്ടി ചെലവഴിച്ച മൊത്തം തുകയുടെ 15%. ഈ കാലയളവിൽ വിവിധ പ്രീപോൾ സർവേകൾക്കായി 40 കോടി രൂപയും കോൺഗ്രസ് ചെലവഴിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ അത്രയും വ്യക്തമാക്കുന്നത്. ഇവിടെ ഈ പണമൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിന് സംഭാവനകൾ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് 2022-23 സാമ്പത്തിക വർഷം കോൺഗ്രസിന് ലഭിച്ചത് 452 കോടി രൂപയാണ്. എന്നാൽ അതേസമയം 2021-22 സാമ്പത്തിക വർഷം 541 കോടി രൂപ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് ലഭിക്കുന്ന പണം കുറയുകയാണെങ്കിലും ചെലവിൽ വർധനവാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 22-23 സാമ്പത്തിക വർഷത്തിലെ ചെലവ് 467 കോടി രൂപയാണ്. ഇതിന് തൊട്ട് മുൻപത്തെ വർഷം ചെലവഴിച്ചത് 400 കോടി രൂപയായിരുന്നു. ഇവിടങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് കോൺഗ്രസ് അപ്പാടെ അങ്ങ് വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ്. എന്നിട്ട് സർവേക്ക് ആ തുക ചെലവഴിക്കുകയും ചെയ്തു. UPA സർക്കാർ താഴെ ഇറങ്ങിയിട്ട് BJP അധികാരത്തിലേറിയതിനു ശേഷം കോൺഗ്രസിന് എവിടെയാണ് പിഴവ് പറ്റി എന്ന് നോക്കുന്നതോടൊപ്പം തന്നെ എവിടെയൊക്കെ ഇനി തളിർക്കാനും പൂക്കാനും വെള്ളമൊഴിച്ചു കൊടുക്കാനും എന്നുള്ളത് കൂടി ഈ സർവേകളിലൂടെ കോൺഗ്രസ് കണ്ടെത്തുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തന ഫണ്ടിനെ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് വെട്ടിച്ചുരുക്കിയത്. ഈ കാലയളവിൽ പ്രീപോൾ സർവേകൾക്കായി പാർട്ടി വൻതോതിൽ പണം ചെലവഴിക്കുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 40 കോടിയായി ഉയരുകയും ചെയ്തു. ഇനി ഇലക്ട്രൽ ബോണ്ടിങ്ങിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കോൺഗ്രസിന് ലഭിച്ചത് 171 കോടി രൂപയാണ്. തൊട്ടു മുമ്പത്തെ വർഷം ലഭിച്ചതോ 236 കോടി രൂപയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിലേക്ക് രാജ്യം ഉറ്റുനോക്കുമ്പോൾ രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ഇതാ വീണ്ടും അങ്ങനെ നടന്നു നീങ്ങുകയാണ്, നീതി തേടിയുള്ള ഓരോ വാതിലുകളും മുട്ടിക്കൊണ്ട്.